എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ എല്ലാവരും ആ ബസ്റ്റർ കോൾ പേടിച്ച് അറഞ്ച ഓടുകയാണ്. ഇവിടെ റോബിനും ആ വില്ലനെ തട്ടിത്തെറിപ്പിച്ച് സ്പീഡില് താഴേക്ക് ഓടി വരും. അത് കണ്ട ആ ഏജന്റ് വില്ലൻ അവൻ ആ എലിഫന്റ് കത്തി അത് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് വമ്പൻ ആക്ഷനില് അത് മുമ്പോട്ടേക്ക് നീട്ടും. ഉടനെ അടുത്ത സെക്കൻഡ് ആ എലിഫന്റിന്റെ തല അത് പുറത്തേക്ക് വന്ന് റോബിനെ ഇടിച്ച് തെറിപ്പിക്കും. ആ ഒരു ഇടിയില് അവള് വേദന എടുത്ത് നിലവിളിക്കുകയാണ്. ഏജന്റ് വില്ലനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അവൻ പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. നിന്നെ കൊണ്ട് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. നിന്നെ ഞാൻ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഫ്രാങ്കി അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ചോപ്പറിനെ കടലിൽ നിന്ന് കരയിലേക്ക് വലിച്ചിടും. ഫ്രാങ്കിക്കാണെങ്കിൽ അവർക്ക് പരസ്പരം അവരുടെ ടീംമേറ്റ്സിനോടുള്ള സ്നേഹം കാണുമ്പോൾ അത്ഭുതം തോന്നും. ഫ്രാങ്കിക്ക് പിടികിട്ടും റോബിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചോപ്പർ അവനവന്റെ പവറിന്റെ അങ്ങേ അറ്റം വരെ പോയത്. അവർക്കാർക്കും പരസ്പരം സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്താനും യാതൊരു മടിയുമില്ല. ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ വയറ്റില് കാല് വെച്ച് ചവിട്ടും. അപ്പൊ അവൻ കുടിച്ച വെള്ളം അത് കുറേശ്ശെ പുറത്തേക്ക് തുപ്പാൻ തുടങ്ങും. ഫ്രാങ്കി കാര്യമായിട്ട് ആലോചിക്കും, ആ റോബിനെ രക്ഷിക്കണമെങ്കിൽ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അവിടേക്ക് പോകണം. പക്ഷെ അവിടേക്ക് എങ്ങനെ പോകും? അതിനുള്ള വഴി അറിയില്ലല്ലോ എന്നവൻ ചിന്തിക്കുമ്പോഴായിരിക്കും ആ കുഞ്ഞി പെണ്ണും അവളുടെ പെറ്റും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് വരിക. അവര് പറയും, നിങ്ങൾക്കറിയാം അങ്ങോട്ട് പോകേണ്ട വഴി, അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഫ്രാങ്കിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ആൻമ ആ വഴിയിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് കൊണ്ടുപോവാം. ഉടനെ അടുത്ത സെക്കൻഡ് അവളിപ്പോ അവരെയും കൂട്ടി ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോകും. ഗ്രാൻഡ്മ ആണെങ്കിൽ ഇപ്പോഴും വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ കിറങ്ങിയിരിക്കുകയാണ്. അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ചോപ്പറിനെ കണ്ട് ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ അവരുടെ ചിരി അടക്കാൻ കഴിയില്ല. അവരിപ്പോ ചോപ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും തള്ളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഫ്രാങ്കി ഷോക്കാവും. യു ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീയായിരുന്നോ? ദയവ് ചെയ്ത് അവനെ ഒന്നും ചെയ്യരുത്. ഞാൻ വരുന്നത് വരെ അവനെ സേഫായി നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് ഫ്രാങ്കി ഇപ്പോ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് വഴി മുൻപോട്ട് ഓടും. അങ്ങനെ അവൻ അല്പദൂരം മുൻപോട്ട് വരുമ്പോ നാമയെ കണ്ടുമുട്ടും. അവളുടെ കയ്യില് 3ഉം 4ഉം കീ ഉണ്ട്. സോ ഇതിലേതെങ്കിലും ഒരു കീ അതുപയോഗിച്ച് നമുക്ക് റോബിന്റെ ഹാൻഡ് കഫ് തുറക്കാന്ന് പറഞ്ഞ് അവര് വീണ്ടും മുൻപോട്ട് പോവാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഫ്രാങ്കി നാമയോട് ചോദിക്കും, ഇൻ കേസ് നമ്മൾ കറക്റ്റ് സമയത്ത് റോബിനെ രക്ഷിച്ചു എന്ന് കരുതുക. അവിടെ രക്ഷിച്ച് നമ്മളെല്ലാവരും പുറത്തേക്ക് വന്നാലും ഈ ഒരു എനിസ് ലോബി അത് കടക്കണമെങ്കിൽ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം. അതാണെങ്കിൽ തകരാറായി കിടക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മളത് ക്രോസ് ചെയ്ത് പോവും? ഓൾറെഡി ആ ബസ്റ്റർ കോള് അത് എനേബിൾ ആണ്. സോ നമ്മളെ കൊണ്ട് ഇത്രയും പ്രതിബന്ധങ്ങൾ നേരിട്ട് മുൻപോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ ചോദിച്ച് അവര് വീണ്ടും ഫുൾ സ്പീഡില് മുൻപോട്ട് കുതിച്ചു പായും. നാമിയും അവനോട് പറയും, ആക്ച്വലി എനിക്ക് ഇപ്പൊ റോബിനെ രക്ഷിക്കുക എന്നതിനപ്പുറം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയോ അറിയില്ല. കട്ട് ചെയ്താ ഇവിടെ ഉസോപ്പും സോറയും അവർ രണ്ടുപേരും ആ ജബറയും കക്കുമായിട്ട് ഒരിഞ്ഞ ഫൈറ്റ്. ഇവരുടെ കയ്യിലുള്ള 2 കീ അതുകൂടെ കിട്ടിയാൽ മാത്രമേ ഏതാണ് യഥാർത്ഥ കീ എന്ന് കൺഫേം ചെയ്യാൻ കഴിയൂ. സോറ അവന്റെ 3 സ്ക്വാഡ് ഉപയോഗിച്ച് അവരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ആ ഗ്യാപ്പില് നമ്മുടെ 2 ആശാമാരും ദൂരെ പോയി ഒളിച്ചിരിക്കും. അതിനുശേഷം സോറയെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ചെയർ ചെയ്യാൻ തുടങ്ങും. പക്ഷെ സോറോ അവനാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല. അവൻ ഒറ്റയ്ക്ക് തന്നെ അവരുമായിട്ട് ഫൈറ്റ് ഇട്ട് കക്കുവിന്റെ കഴുത്ത് അത് വെട്ടാനായി പാഞ്ഞടുക്കും. പക്ഷെ കക്കു ആണെങ്കിൽ അതിന്റെ ജിറാഫിന്റെ കഴുത്ത് അത് സൈഡിലേക്ക് വെട്ടിത്തിരിപ്പിച്ച് ആ സ്ട്രോങ് മൂക്ക് ഉപയോഗിച്ച് സോറയെ ഇടിച്ച് താഴെയിടും. സോറയാണെങ്കിൽ വലിയൊരു കല്ലിൽ പോയി ഇടിച്ച് ആ കല്ല് പോലും തവിട് പൊടിയാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ജബറയെ കാണിക്കും. ജബറയാണെങ്കിൽ ഭയങ്കര ആവേശത്തില് ആ ഫൈറ്റ് ഒക്കെ നോക്കിയിരുന്ന് അങ്ങനെ ആസ്വദിക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ഉസോപ്പ് ഇപ്പോ ആ ജബറയുടെ അടുത്തേക്ക് വരും. ഉസോപ്പ് പറയും, നീ എന്റെ ഓപ്പണന്റ് ആണ്. സോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. അതിന് ജബർ ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യം ആ കീ അല്ലേ? അത് ഞാൻ തരാന്ന് പറഞ്ഞ് ആ കീ ഇപ്പോ ഉസോപ്പിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കും. ഉസോപ്പ് ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉസോപ്പ് കുനിഞ്ഞ് ആ കീ എടുക്കാൻ പോകുമ്പോഴായിരിക്കും ജബറയുടെ തനി സ്വഭാവം പുറത്തെടുത്ത് ഇപ്പൊ ഉസോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവുക. നാമിയാണെങ്കിൽ അത് കണ്ട് നിലവിളിക്കും. പക്ഷെ ഉസോപ്പ് അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വില്ലൻ ഉസോപ്പിനെ അടി കിട്ടി ചോര തുളുമ്പി ഉസോപ്പ് തെറിച്ചു വീഴും. നാമിയാണെങ്കിൽ ഉസോപ്പിന്റെ അടുത്തേക്ക് ഓടി വരും. അവൻ വലിയൊരു ചുമരൊക്കെ തകർത്ത് വീണ് കിടക്കുകയാണ്. വില്ലനാണെങ്കിൽ ഉസോപ്പിന്റെ കിടപ്പും അവന്റെ വേദനയൊക്കെ കണ്ട് ഒരുപാട് സന്തോഷാവും. അവൻ വീണ്ടും ഇപ്പൊ ഉസോപ്പിനെ വെല്ലുവിളിക്കും. ഉസോപ്പ് കഷ്ടപ്പെട്ട് അവന്റെ കയ്യിലുള്ള അടുത്തൊരു വെപ്പൻ കയ്യിലെടുക്കും. എന്നിട്ടൊരു പവർഫുൾ സ്റ്റോണ് അത് അങ്ങനെ വലിച്ച്
വില്ലന് നേരെ വിടും. സ്റ്റോൺ ആണെങ്കിൽ 5 പിരിഞ്ഞ് വില്ലന്റെ അടുത്ത് നിന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ അവിടെയാണെങ്കിൽ വില്ലനെ കാണാനുണ്ടാവില്ല. ആ വില്ലൻ ഉസോപ്പിന്റെ തൊട്ട് പുറകിൽ നിൽക്കാണ്. വില്ലൻ വീണ്ടും അവന്റെ ഫുൾ പവറിൽ ഇപ്പൊ ഉസോപ്പിനെ എടുത്തിട്ട് തല്ലി തല്ലി കൊല്ലാണ്. നാമിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കാൻ കഴിയില്ല. അവളുടെ വെപ്പൻ എടുത്ത് അവനെ അടിക്കാൻ ഓടി വരും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലൻ അവളെയും തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഉസോപ്പിനെ അവന്റെ കോളറിൽ പൊക്കി പിടിച്ച് മുകളിലേക്ക് ഉയർത്തും. വില്ലൻ വീണ്ടും അവന്റെ കൂർത്ത നഖം അതുപയോഗിച്ച് ഉസോപ്പിനെ വെട്ടിയെറിയാൻ തയ്യാറായി കഴിഞ്ഞു. ആമയാണെങ്കിൽ അവന്റെ കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് അവനൊന്നും ചെയ്യരുത്, നിന്റെ കയ്യിലുള്ള കീ അത് ഞങ്ങൾക്ക് വേണ്ട. ഇതിനവൻ ക്യാഷ്വലായിട്ട് പറയും, നീ ധൃതി വെക്കണ്ട, ഇവനെ കൊന്നു കഴിഞ്ഞ് ഞാൻ നിന്നെ ആയിരിക്കും കൊല്ലാൻ പോവാ. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് സോറോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കക്കുവെ തട്ടിവിട്ട് ഉസോപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ കക്കു ആണെങ്കിൽ ഇപ്പൊ സോറോയെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ജബറ അവന്റെ നെയിലെടുത്ത് ആഞ്ഞു വീശും. പക്ഷെ അപ്പോഴേക്കും വീഴാണ് വലിയൊരു പഞ്ച്. ആ ഒരു പഞ്ചില് ജബറ വില്ലൻ തെറിച്ചുപോയി അടിച്ചു വീഴും. അവനെ ഇടിച്ചു തെറിപ്പിച്ചത് അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മൾ സാഞ്ചി. അവനാണെങ്കിൽ സ്ലോ മോഷനിൽ നടന്നു വന്ന് ഒരു സിഗരറ്റ് ഒക്കെ കത്തിച്ച് സ്റ്റൈലായിട്ട് നിൽക്കും. ആമയ്ക്കാണെങ്കിൽ ഇത് സ്വപ്നമാണോ റിയൽ ആണോ എന്ന് മനസ്സിലാവില്ല. കാരണം ആ വില്ലത്തി പെണ്ണ് അവന്റെ ബോഡി മുഴുവൻ സോപ്പ് തേച്ച് അവനെ തകർത്തിട്ടിരുന്നതാണ്. സോ ഇവനെങ്ങനെ നോർമലായി തിരികെ എത്തിയും ചിന്തിച്ച് അവൾ വണ്ടടിച്ച് നിൽക്കും. അതിന് സാഞ്ചി പറയും, ചോപ്പർ വലിച്ചെറിഞ്ഞ ആ ഒരു ബാധ്യപ്പ് അത് വന്ന് വീണത് എന്റെ മുൻപിലാണ്. അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ എന്റെ ബോഡിയിൽ വീണ് ആ ബബിൾസ് മുഴുവൻ ഒഴുകിപ്പോയി. അങ്ങനെയാണ് ഞാൻ നോർമൽ ആയതെന്ന് പറഞ്ഞ് അവ മന്ദം ഇപ്പൊ നാമിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് വീണ്ടും പ്രണയപരവശനായി അവളെ നോക്കി നിൽക്കും. അതേസമയം ഇവിടെ ഉസോപ്പാണെങ്കിൽ അവൻ രക്തം ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമി ചോദിക്കും, ഹലോ നീ ഓക്കെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ ഉസോപ്പ് അവനൊന്നും പറയാതെ ഛർദിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും അവിടെ മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് പതിയെ ഓപ്പൺ ആവുകയാണ്. ആ ഗേറ്റ് കടന്ന് റോബിൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ രക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു നേവി താവളമാണ്. മാത്രമല്ല അവിടെ ഒത്തിരി സീക്കിങ്സ്, വലിയ വെപ്പൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവൻ ഡോറിന് നേരെ ഓടിയെടുക്കും. പക്ഷെ ലൂച്ചി ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വെച്ച് അറഞ്ച് ഇട്ടിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ റോബിനെ ആണെങ്കിൽ ആ വില്ലൻ മുടി പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോവാണ്. അവരുടെ തൊട്ടു പിന്നാലെ ഫ്രാങ്കി വിട്ടുകൊടുക്കാതെ എങ്ങനെയെങ്കിലും റോബിനെ രക്ഷിക്കാൻ ആ 2 കീകളുമായി ഓടും. മറ്റൊരു ഭാഗത്ത് കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോകാനുള്ള വഴി അത് പെയിന്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ സോറോ അവൻ ഒത്തിരി നേരം കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ടും അവനെ ഡിഫീറ്റ് ചെയ്യാനാവില്ല. അപ്പൊ സോറയ്ക്ക് എന്തോ ഒരു ബുദ്ധി വെളിച്ചുണ്ടാവും. പൗല് പറഞ്ഞ ഒരു കാര്യം അവൻ ഓർമ്മ വരും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് സോൾജിയേഴ്സ് ആ സീ ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതേസമയം പൗലി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കയറഴിക്കും. ഉടനെ പൗലി അവനിപ്പോ ഫ്രാങ്കി ടീംസിനോട് പറയും, നിങ്ങളാരും ഫ്രാങ്കെ ഓർത്തോ ആ സ്ട്രോ ഹാറ്റ് പൈററ്റ്സിനെ ഓർത്തോ പേടിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും അവര് സേഫായി ഇവിടുന്ന് രക്ഷപ്പെടും. സോ നമ്മളിപ്പോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനുള്ള വഴി അതെന്താണെങ്കിലും നമ്മൾ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവരിപ്പോ കൈ കൊടുക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ നേവി ഷിപ്പ് അതിപ്പോ ആ ഐലാൻഡിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ജബറയുടെ അടുത്തേക്ക് നടന്നടുക്കും. അവന്റെ കയ്യിലുള്ള കീ അത് കൈക്കലാക്കിയതിനു ശേഷം ബാക്കി ആലോചിക്കാന്ന് പറഞ്ഞ് അവന്റെ ക്ലോസ് എത്തും. സാഞ്ചി നേരെ ഉസോപ്പിനെ നോക്കും. അവൻ ഉസോപ്പിനോട് പറയും, ഉസോപ്പ് ഉറപ്പായിട്ടും നീ കൂടെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായി റോബിനെ തിരികെ പിടിക്കാം. ഉസോപ്പാണെങ്കിൽ ഷോക്കാവും. ഇവര് ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലേ. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ റോബിനെ ഓർക്കും. അവളെ ഓർത്ത് അവൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.